കുടുംബമോ ഒന്നടക്കം നാളെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ കുടുംബം ഏതെന്നറിയോ? അതിപ്പറഞ്ഞ കുടുംബം തന്നെയാണ് അല്ലാഹുവിനെ പേടിക്കുന്ന, അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന, അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞതുപോലെ നടക്കുന്ന ഒരു കുടുംബം ദുനിയാവിൽ ജീവിച്ചോ, ഈ കുടുംബം നാളെ മക്കളോടൊപ്പം അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് കടന്നു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഈ റമദാൻ നമ്മുടെ മുന്നിലേക്ക് വന്ന വലിയൊരു വജ്ര സമാനമായ ഒരു അവസരമാണ്. ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്, ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഒരുപക്ഷേ അടുത്ത റമദാനിലെ വരെ നാളെ അല്ലാഹു നമ്മളെ ജീവിപ്പിക്കുമോ എന്നൊരു ഉറപ്പില്ല. പെട്ടെന്ന് ആളുകൾ മരണപ്പെട്ടു പോവുകയാണ്. പ്രിയപ്പെട്ട മസൂദ് സഖാഫി നിങ്ങൾക്കറിയാലോ, പ്രിയപ്പെട്ട വലിയൊരു പ്രഭാഷകനാണ്, നല്ല പ്രഭാഷകനായിരുന്നു. കഴിഞ്ഞ ദിവസം ദേവാലയത്തിൽ നിന്ന് അവിടുത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ ഡേറ്റും കൊടുത്തിട്ട് ആ ഡേറ്റിലേക്ക് പ്രസംഗിക്കാനുള്ള പോസ്റ്റർ അടിച്ചിട്ട് പ്രിയപ്പെട്ട ഹാഫിദ് ഉസ്താദിനെ ആ സദസ്സിലേക്ക് ഈ റമദാനിലേക്ക് കടന്നു വരാൻ അല്ലാഹു ആയുസ് നൽകിയില്ല. പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. ഏത് സമയത്താണെന്ന് അറിയില്ല. പണ്ടൊക്കെ നമുക്ക് പറയായിരുന്നു, ഒരു 60-70 വയസ്സാകുമ്പോഴൊക്കെ പണ്ടൊക്കെ നമുക്ക് പറയുന്നത് കുറച്ചൊക്കെ അങ്ങോട്ട് കഴിയട്ടെ, 40 കഴിയട്ടെ, അല്ലെങ്കിൽ 50 കഴിയട്ടെ, എന്നിട്ടൊക്കെ പള്ളി പോവാ, എന്നിട്ടൊക്കെ ജമാഅത്തിന് പങ്കെടുക്കാൻ പണ്ടൊക്കെ പറയായിരുന്നു. പക്ഷേ ഇപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ചെറുപ്പക്കാരായി 20, 30, 40 വയസ്സുള്ള ആളുകളൊക്കെ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്നുള്ള മരണത്തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ അവസരം നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു നൽകിയിട്ടുണ്ടെങ്കിൽ, ഈ അവസരം നാളെ നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, നാളെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് എത്തുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ വെച്ച് നമ്മൾ പൊട്ടിക്കരയപ്പെടും. നാളെ അല്ലാഹുവിന്റെ നരകത്തെ നമ്മുടെ മുന്നിലേക്ക് കാണിക്കപ്പെടും. നാളെ ആ കത്തിക്കാളുന്ന നരകം നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരപ്പെടും. ആ കത്തിക്കാളുന്ന നരകം കാണുമ്പോ ആ മനുഷ്യർ പറയും, അല്ലാഹുവേ, ആ നരകത്തെ കണ്ട് ആ മനുഷ്യർ വല്ലാണ്ട് പേടിക്കുമ്പോ സഹാബത്ത് ചോദിച്ചു, നബിയെ, എങ്ങനെയാണ് നാളെ നരകത്തെ കൊണ്ടുവരപ്പെടുക? ആ നരകത്തെ എങ്ങനെയാണ് നബിയെ നാളെ കൊണ്ടുവരിക എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബ, നരകത്തിന് 70,000 കണ്ണികളാണ്. 70,000 കണ്ണികളിലും 70,000 മലക്കുകൾ പിടിച്ച് നാളെ വലിച്ചടച്ച് ആ നരകത്തെ ജഹന്നമിനെ നാളെ കൊണ്ടുവരപ്പെടും. റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബ, നരകത്തെ കാണുമ്പോ ആ മനുഷ്യർ പേടിക്കും. ആ സമയത്ത് ആ മനുഷ്യർ പറയും, അല്ലാഹുവേ, പടച്ചറപ്പേ, ഒന്നുകൂടെ ഈ ദുനിയാവിലേക്ക് എന്നെ നീ പറഞ്ഞേക്കുമോ? ഈ ദുനിയാവിലേക്ക് എന്നെ ഒന്നുകൂടെ പറഞ്ഞേക്കുമോ? നരകത്തെ കണ്ട് അന്താളിച്ച് പേടിച്ചു നിൽക്കുന്ന സമൂഹം അല്ലാഹുവിന്റെ മുന്നിൽ തല താഴ്ത്തിയിട്ട് പറയും, അല്ലാഹുവേ, ഒരവസരം കൂടെ എനിക്ക് നൽകുമോ? ഒരു അവസരം കൂടെ എനിക്ക് നൽകുമോ? ഒരു ചാൻസ് എനിക്ക് നൽകുമോ റബ്ബേ? ഒരു ചാൻസ് എനിക്ക് നൽകിയാൽ ദുനിയാവിൽ പോയിട്ട് ഇനി ഞാൻ മോശപ്പെട്ട പ്രവർത്തനത്തിന് നിൽക്കൂല, ഇനി ഞാൻ മോശപ്പെട്ട പ്രവർത്തനത്തിന് പോകൂല. നിന്നെ ആരാധിക്കാനോ നീ പറഞ്ഞതനുസരിച്ച് ജീവിക്കാനോ നിനക്ക് ഇബാദത്ത് ചെയ്യാനോ അല്ലാതെ എന്റെ സമയം ചെലവഴിക്കൂല. അതുകൊണ്ട് ഒരു വട്ടം കൂടെ എന്നെ ദുനിയാവിലേക്ക് നീ കൊണ്ടുപോകുമോ? ആ സമയത്ത് അല്ലാഹു തആല മനുഷ്യരോട് പറയുമല്ലയോ, മനുഷ്യ, നിങ്ങൾക്ക് ഞാൻ ഒരവസരം നൽകിയില്ലയോ? ആ അവസരം നിങ്ങൾ എന്ത് ചെയ്തു? അതുകൊണ്ട് ചാൻസ് ഒക്കെ കഴിഞ്ഞോ, ഇനി നിങ്ങൾക്ക് ചാൻസ് ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു നമുക്ക് നൽകിയൊരു ചാൻസ് ആണത്. ഇത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തണം. ഇത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തി നാളെ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകണം. അതിനുള്ള റമദാനാക്കി ഈ റമദാനിനെ മാറ്റണേ ഉമ്മ, മാറ്റണേ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കഴിഞ്ഞ 11 മാസം നമ്മൾ ചെയ്ത എല്ലാ തമ്മാടിത്തരത്തിനോടും മറുപിടിച്ചിട്ട്, എല്ലാ തമ്മാടിത്തരത്തിൽ നിന്നും മാറി നിന്ന് ഈ റമദാൻ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ നല്ല മനുഷ്യനായി, നല്ല ഉമ്മയായി, നല്ല ഉപ്പയായി, നല്ല മക്കളായി, നല്ല ഭർത്താവായി, അല്ലാഹുവിനെ പേടിക്കുന്ന ഒരു കുടുംബമായി ദുനിയാവിൽ ജീവിച്ച് ഈ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോ നാളെ അല്ലാഹുവിന്റെ മുന്നിൽ റമദാൻ പറയുമല്ലോ, അല്ലാഹുവേ, മനുഷ്യനെ നീ നരകത്തിലേക്ക് കൊണ്ടുപോകല്ല. ഞാൻ ആ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു ചെന്നപ്പോ
എന്നെ വേണ്ട രൂപത്തിൽ സ്വീകരിച്ചവരാണ്. ആ റമദാനിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവരാണ്. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് ആ റമദാൻ നാളെ നമുക്ക് വേണ്ടി സാക്ഷി നിൽക്കുന്ന അങ്ങനത്തെ ഒരു റമദാനാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അങ്ങനത്തെ ഒരു റമദാനാക്കി മാറ്റട്ടെ. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എല്ലാ